ഏത് കുത്തക മുതലാളിയെ ക്ഷണിച്ചു വരുത്താൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് യാതൊരു മടിയുമില്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ അഴിമതി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന ഒന്നാണ്. ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓയിൽ കമ്പനികൾ അംഗീകാരം കൊടുത്തിട്ടുള്ള കമ്പനിയാണെന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള പൊതുമേഖലാ ഓയിൽ കമ്പനികൾ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി ടെൻഡർ ക്ഷണിച്ചപ്പോൾ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഇവിടെ എത്തനോൾ മൂന്നാം ഘട്ടമായിട്ടാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും അതിനുള്ള ബോട്ടിലിംഗ് പ്ലാന്റും ബിയറും ഉൽപ്പാദിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഡിസ്റ്റിലറി ഉണ്ടാക്കാനും സ്പിരിറ്റ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. തന്നെയുമല്ല, ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഡൽഹി മദ്യ ദുരന്ത കേസിൽ പ്രതിയായിട്ട് അതിൻ്റെ ഒരു ഡയറക്ടർ പ്രതിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പഞ്ചാബിൽ വാട്ടർ പൊല്യൂഷൻ്റെ പേരിൽ ഇവരുടെ പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഈ കമ്പനി ആര് വിളിച്ചുകൊണ്ട് വന്നുവെന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല. മദ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് ചെയ്തത്, ശരിയാണ്. 2018 3 ബ്രൂവറികളും ഒരു ഡിസ്റ്റിലറിയും അനുവദിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്ന് ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുകയും ഗവൺമെൻറ് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നു. അന്ന് വെള്ളക്കടലാസിൽ വാങ്ങി അതിനകത്ത് അപേക്ഷ വാങ്ങി ഒപ്പിട്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. അന്ന് ഞാൻ തന്നെ ഉന്നയിച്ചതാണ് ഈ വിഷയം. അന്ന് ഞാൻ പറഞ്ഞ മദ്യനയത്തിൽ മാറ്റമില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല. ഇപ്പോൾ മദ്യനയത്തിൽ മാറ്റം വരുത്തി ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ കമ്പനിക്ക് കൊടുക്കുന്നത് വളരെ ബോധപൂർവമായ ഒരു അഴിമതിയാണ്. ഈ അഴിമതി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന ഒന്നാണ്. ഇതിനകത്ത് ഇത്തരമൊരു കമ്പനി ഇവിടെ കൊണ്ടുവരുന്ന ക്ഷണിച്ചു വരുത്തത് മുഖ്യമന്ത്രിയാണെന്നാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ നടത്തിയ പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റൊരു മദ്യനിർമ്മാണ കമ്പനികളും ഇത് അറിഞ്ഞിട്ടില്ല. അച്യുതമേനോൻ്റെ അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വന്നാൽ ടെൻഡർ ചെയ്യണമോ? അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് ഡിസ്റ്റിലറികൾ തുടങ്ങേണ്ട സമയം വന്നപ്പോൾ അന്ന് ടെൻഡർ ക്ഷണിച്ചിരുന്നു. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അന്നാണ് 1999 ഇനിമേൽ കേരളത്തിൽ മദ്യ നിർമ്മാണ യൂണിറ്റുകൾ വേണ്ട എന്ന് തീരുമാനിച്ചത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനകത്ത് CPI തങ്ങളുടെ അഭിപ്രായം പറയാതെ ഒളിച്ചു കളിക്കുകയാണ്. പ്ലാച്ചിമട സമരത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന 2 കക്ഷികളാണ്. ഒന്ന് CPIയും മറ്റൊന്ന് വീരേന്ദ്രകുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും. വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഒരു അക്ഷരം പറഞ്ഞ് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ CPI ഈ കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ്, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവരുടെ ഈ 2 പാർട്ടികളെയും നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. ആ സമരത്തിന് അന്ന് ഇവരോടൊപ്പം തന്നെയായിരുന്നു CPM. ഏതായാലും ഈ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് കമ്പനിയോടൊപ്പമാണ്, ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡിനോടൊപ്പമാണ് തെളിയിച്ചിരിക്കുന്നത്. CPIയും JDUവും തങ്ങളുടെ അഭിപ്രായം ഇതുവരെ RJDയും ഇതുവരെ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് എന്താണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഏതായാലും ഈ എലപ്പുള്ളിയിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ പഞ്ചായത്തിൻ്റെ പോലും അഭിപ്രായം തേടാതെ നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും. നാളെ ഞാൻ എലപ്പുള്ളി സന്ദർശിക്കുന്നുണ്ട്. അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ വൈകിട്ടാണ് പരിപാടി. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും, സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇതിനോടൊപ്പം അണിനിരക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എത്തനോൾ ഉൽപ്പാദനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അത് 3ാം ഘട്ടത്തിലേ വരുന്നുള്ളൂ. അതിനു മുമ്പ് വൻതോതിലുള്ള ജലചൂഷണം നടത്തി കർഷകർക്കും സാധാരണക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പദ്ധതി അവിടെ കൊണ്ടുവരുന്നതിനെതിരായ ജനവികാരമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.
എന്നാൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം ചോദിക്കുന്നത് ടാറ്റ ഒരു കമ്പനി തുടങ്ങാൻ വന്നാൽ അത് അനുവദിക്കേണ്ടതാണ്. ടാറ്റയും ബിർളയ്ക്കും ഒക്കെ സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യങ്ങൾ പറ്റി പാരമ്പര്യം അദ്ദേഹം പെട്ടെന്ന് മറന്നുപോയല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏത് കുത്തക മുതലാളിയെ ക്ഷണിച്ചു വരുത്താൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് യാതൊരു മടിയുമില്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറിയെന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു സമയമാണ്. ഏതായാലും ബ്രൂവറി ഡിസ്റ്റിലറികൾ 2018 തുടങ്ങാൻ ആഗ്രഹിച്ചത് നടക്കാതെ പോയത് ഇപ്പോൾ ലീഗലൈസ് ചെയ്ത് അതിനേക്കാൾ വലിയ കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നത് ജനതാൽപര്യമല്ല, ജനങ്ങളുടെ സംസ്ഥാനത്തിൻ്റെയോ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വൻ അഴിമതിക്ക് വഴി തുറക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായി തന്നെ എതിർക്കുന്നത്. ഞങ്ങൾ പ്രക്ഷോഭവുമായി തന്നെ മുന്നോട്ട് പോകും. ഈ പദ്ധതി പിൻവലിക്കുന്നത് വരെ ഉള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. 2018 ഞാൻ പറഞ്ഞല്ലോ, വെള്ളക്കടലാസിൽ എഴുതി വാങ്ങി ആരോരും അറിയാതെയാണ് കൊടുത്തത്. അന്ന് അതുകൊണ്ട് പിൻവലിച്ചു പോകേണ്ടി വന്നു. അതുകൊണ്ട് മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ആരോരും അറിയാതെ ഈ കമ്പനി എങ്ങനെ വന്നു എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യമല്ലേ. പണ്ട് ഞാനതാണ് അച്യുതമേനോന്റെ കാലത്തെ കാര്യം പറഞ്ഞത്. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നു എന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഡിസ്റ്റിലറികൾ അറിഞ്ഞോ? അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഡിസ്റ്റിലറി ഇവരെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? ഇവരെ മാത്രം ആര് സെലക്ട് ചെയ്തുകൊണ്ട് വന്നു? ഇതൊക്കെ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൻതോതിൽ ജലചൂഷണം ഉണ്ടാകാൻ പോകുന്ന, കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്ന, സാധാരണക്കാർക്ക് പ്രയാസം ഉണ്ടാകാൻ പോകുന്ന ഒരു പദ്ധതിയാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൊക്കക്കോള കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി എത്രയോ ദിവസം അവർ സമരം ചെയ്തു. ആ കമ്പനി എത്ര കോടി രൂപയുടെ അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് ആ സമരത്തിന് പോയത് തെറ്റാണെന്ന് പിണറായി വിജയൻ പറയണ്ടേ? മുഖ്യമന്ത്രി പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. എത്ര ആയിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്? എന്താ ആ ഇൻവെസ്റ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതിയോ? ആളുകൾ പണം മുടക്കാൻ വരുമ്പോൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കണ്ടേ? കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ നോക്കണ്ടേ? അവിടെ മഴ കിട്ടുമെന്നാണ് പറഞ്ഞത്. എവിടുന്ന് മഴവെള്ളം കിട്ടും? നല്ല മഴവെള്ളം സംഭരിച്ച് ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ? ഇത് ആരോടാ പറയുന്നത്? അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ നിലപാട് അങ്ങേയറ്റത്തെ ജനവിരുദ്ധമാണ്. ഈ നടപടികൾക്കെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അല്ല, വ്യവസായങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഇതുപോലെ ജലചൂഷണം നടത്തുന്ന കമ്പനികൾക്ക് കൊടുക്കുന്നതിനാണ് എതിര്. അതിന് വ്യവസായം ഇപ്പം കിൻഫ്ര പ്രാക്കിൽ അവിടെ നിന്ന് തന്നെ വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ, അതിനാരും എതിർക്കുന്നുണ്ടോ? ഇത് വൻതോതിൽ ജലചൂഷണം നടത്തുന്ന ഒരു കമ്പനിയാണ്. അത് പ്രത്യേകിച്ച് എവിടെ? പാലക്കാട്, കഞ്ചിക്കോട്, പുതുശ്ശേരി, പ്ലാച്ചിമട തുടങ്ങിയിട്ടുള്ള ചിറ്റൂർ ഈ മേഖലകളൊക്കെ കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. അതുകൊണ്ടല്ലേ എതിർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വൻ അഴിമതിക്ക് കളമൊരുക്കുന്നതായതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നത്. BJP-യിൽ 2 തട്ടാണെന്നാണ് ഞാൻ വാർത്തകൾ വായിച്ചത്. ഒരു ആൾ പറയുന്നു അത് വേണം, ശിവരാജൻ പറഞ്ഞു വേണമെന്ന്, മറ്റൊരു പറയുന്നു വേണ്ട. അതെന്താണെന്ന് എനിക്കറിയില്ല. അല്ല, നിയമപരമായിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ്. 1, പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടില്ല. 2, ജലചൂഷണം. സാധാരണ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്ത സന്ദർഭത്തിൽ ഇപ്പം അവിടെ വെള്ളം കിട്ടുന്നില്ല. ആ സന്ദർഭത്തിൽ ഭൂഗർഭജലം ഏറ്റവും താഴെ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ തവണ 2018 മദ്യനയത്തിൽ മാറ്റം വരുത്താതെ കൊണ്ടുവന്നു, ക്യാബിനറ്റിൽ കൊണ്ടുവന്നില്ല, ഇവർക്ക് ഭൂമിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പിൻവലിക്കേണ്ടി വന്നേ. 2018 ഞാൻ ബ്രൂവറി വിഷയം കൊണ്ടുവന്നപ്പോൾ പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോഴും എൻ്റെ കേസ് നിൽക്കുകയാണ്. അതിന് അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് കേസെടുക്കണമെന്നുള്ള
ആ കേസ് ഞാൻ ആദ്യം ഗവർണർക്ക് ഞാൻ പരാതി കൊടുത്തു. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഗവർണർ അനുമതി നിഷേധിച്ചു. ഞാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പോയി. കാരണം ഞാൻ കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഇത് അന്വേഷിക്കണം. അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ സാങ്ഷൻ വേണമെന്ന നിയമം വന്നത് 2018 അതിനു മുമ്പ് നടന്ന സംഭവമാണ്. അത് വിജിലൻസ് കോടതി അംഗീകരിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോകാൻ അനുവാദം തന്നു. ഗവൺമെൻറ് എന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ പോയി അതിൻ്റെ സ്റ്റേ വാങ്ങി. ഇപ്പോഴും ആ സ്റ്റേ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ്. കേരളത്തിൽ ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ള കേസ്. കോടതി ക്ലോസ് ചെയ്തിട്ടില്ല. ആ സന്ദർഭത്തിലാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നു, ക്യാബിനറ്റിൽ കൊണ്ടുപോകുന്നു, അനുവാദം കൊടുക്കുന്നു. അപ്പോൾ 2000 പറ്റിയ അമളി ഉണ്ടാകാതെ അതിന് പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് താല്പര്യമാണ്? ജനങ്ങളുടെ താല്പര്യമാണ് ഇത്. ജലചൂഷണമുണ്ട്, പരിസ്ഥിതി പ്രശ്നമുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഇത് വ്യാപകമായ ഒരു അഴിമതിക്ക് കളമൊരുക്കുകയാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അല്ല, അനുമതി കൊടുത്തിട്ടുള്ളല്ലോ. ഇതിങ്ങനെ ആരോരും അറിയാതെ അതീവ രഹസ്യമായി ഇങ്ങനെ ഒരു കമ്പനിക്ക് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഡൽഹി മദ്യ കേസിൽ പ്രതികളായിട്ടുള്ള കമ്പനിയെ വിളിച്ചുകൊണ്ട് വന്നത് ആരാണ്? അല്ലേ പറയട്ടെ. ആ പ്രൊജക്റ്റ് വെച്ചാൽ ശരവേഗത്തിൽ ആ പ്രൊജക്റ്റിന് അംഗീകാരം കൊടുക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത്? നമുക്കറിയാമല്ലോ, നാട്ടിലൊരു ചെറിയ പെട്ടിക്കട തുടങ്ങാനുള്ള അനുവാദം പോയാൽ എത്ര മാസം എടുക്കും? അതെ, അത് സത്യമാണ്. അതിപ്പോ തെളിയിച്ചിരിക്കുകയാണല്ലോ. അതിപ്പോ ശരവേഗതയിൽ ഞങ്ങൾ ആരും വ്യവസായങ്ങൾക്കെതിരൊന്നുമല്ല. ഇത് ഞങ്ങൾ ഇവിടെ വ്യവസായങ്ങളെ പൂട്ടിക്കുകയും വ്യവസായങ്ങൾക്കെതിരെ നിന്നിട്ടുള്ള പാർട്ടി CPM ആണ്, ഞങ്ങളല്ല. അത് നല്ലതാണ്, അത് നല്ലതാണ്.